കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇന്നത്തെ എക്സാം റിവിഷൻ ക്ലാസ്സിൽ ബേസിക് സയൻസ്, അടിസ്ഥാന ശാസ്ത്രമാണ് കേട്ടോ. ബേസിക് സയൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. റെഡിയാണോ? യെസ്, റെഡി. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് അറിയാവോ? ജലമലിനീകരണമാണ്. ജലമലിനീകരണവുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ക്യാൻ വി ഡു ടു പ്രിവെന്റ് പൊല്യൂഷൻ ഓഫ് വാട്ടർ സോഴ്സസ്? ജലസ്രോതസ്സുകൾ, നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയാലോ? നദി, കായൽ, തടാകം, പുഴ, അറിയില്ലേ? യെസ്. ജലസ്രോതസ്സുകളിലെ മലിനീകരണം തടയാൻ എന്തെല്ലാം ചെയ്യണം? ഓക്കെ, ജലസ്രോതസ്സുകളിലെ മലിനീകരണം തടയാൻ എന്തെല്ലാം ചെയ്യണം? വാട്ടർ സോഴ്സിലെ പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം? ഫസ്റ്റ് വൺ, കണ്ടക്ട് അവയർനെസ് പ്രോഗ്രാംസ് എമംഗ് പബ്ലിക്. നമ്മുടെ പൊതുസമൂഹത്തിന് ബോധവൽക്കരണം നടത്തണം, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കണ്ടക്ട് അവയർനെസ് പ്രോഗ്രാംസ്, കണ്ടക്ട് അവയർനെസ് പ്രോഗ്രാംസ് എമംഗ് പബ്ലിക്, സമൂഹത്തിന് ബോധവൽക്കരണം നടത്തണം. ഇംപ്ലിമെന്റ് റൂൾസ് ഫോർ പണിഷിംഗ് ദോസ് ഹൂ പൊല്യൂട്ട് വാട്ടർ ബോഡീസ്. ഇങ്ങനെ ജലാശയങ്ങൾ മലിനമാക്കുന്നതിനെതിരെ നിയമം കർശനമാക്കണം. ഇംപ്ലിമെന്റ് റൂൾസ് ഫോർ പണിഷിംഗ്, ഇംപ്ലിമെന്റ് റൂൾസ് ഫോർ പണിഷിംഗ് ദോസ് ഹൂ പൊല്യൂട്ട് വാട്ടർ ബോഡീസ്. ഈ ജലാശയങ്ങൾ മലിനമാക്കുന്നതിനെതിരെയുള്ള നിയമം എന്ത് ചെയ്യണം? കർശനമാക്കണം, അവർക്ക് ശിക്ഷ കൊടുക്കണം. ഡു നോട്ട് അലോ അഗ്രികൾച്ചർ വേസ്റ്റ് ആൻഡ് സീവേജ് വേസ്റ്റ് ടു റീച്ച് വാട്ടർ ബോഡീസ്. നഗരമാലിന്യവും കാർഷിക മാലിന്യവും ജലാശയങ്ങളിൽ നിക്ഷേപിക്കാനായിട്ട് അനുവദിക്കരുത്, പാടില്ല. ഡു നോട്ട് അലോ, അനുവദിക്കാൻ പാടില്ല, നിക്ഷേപിക്കാൻ പാടില്ല. എന്താ? അഗ്രികൾച്ചറൽ വേസ്റ്റ്, സീവേജ് വേസ്റ്റ് ടു റീച്ച് വാട്ടർ ബോഡീസ്. ജലാശയങ്ങളിൽ എത്തിച്ചേരുന്ന നമ്മൾ എന്ത് ചെയ്യണം? അത് തടയണം, അതിനെ അനുവദിക്കാനായിട്ട് പാടില്ല. ലാസ്റ്റ് വൺ, പ്രിവെന്റ് ദ ഡിസ്പോസൽ ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻടു വാട്ടർ ബോഡീസ്. വ്യവസായ മാലിന്യം, വലിയ ഇൻഡസ്ട്രികളിലൊക്കെ, വ്യവസായശാലകളിലുള്ള വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ത് ചെയ്യുന്നു? വാട്ടർ ബോഡീസിലേക്ക് അവർ കളയുന്നു അല്ലേ? അതെന്ത് ചെയ്യണം? തടയണം. വ്യവസായ മാലിന്യം ജലാശയങ്ങളിൽ എത്തിച്ചേരുന്നത് തടയണം. പ്രിവെന്റ് ദ ഡിസ്പോസൽ ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻടു വാട്ടർ ബോഡീസ്. അപ്പോൾ 4 കാര്യങ്ങൾ പഠിച്ചു. ജലസ്രോതസ്സുകളിലെ മലിനീകരണം തടയാൻ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ്, ബോധവൽക്കരണം നടത്താം, കണ്ടക്ട് അവയർനെസ് പ്രോഗ്രാം എമംഗ് പബ്ലിക്. രണ്ടാമത് എന്താ? ഇങ്ങനെ മലിനമാക്കുന്നവർക്ക് നല്ല ശിക്ഷ കൊടുക്കണം, നിയമം കർശനമാക്കണം. ഇംപ്ലിമെന്റ് റൂൾസ് ഫോർ പണിഷിംഗ് ദോസ് ഹൂ പൊല്യൂട്ട് വാട്ടർ ബോഡീസ്. മൂന്നാമതോ, ഈ നഗരമാലിന്യവും കാർഷിക മാലിന്യവും ജലാശയങ്ങളിൽ നിക്ഷേപിക്കാൻ
അനുവദിക്കരുത്. ഡു നോട്ട് അലോ അഗ്രികൾച്ചറൽ വേസ്റ്റ് ആൻഡ് സീവേജ് വേസ്റ്റ് ടു റീച്ച് വാട്ടർ ബോഡീസ്. അത് എത്തുന്നത് തടയണം. നാലാമത്തേതോ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, വ്യവസായ മാലിന്യം ജലാശയങ്ങളിൽ എത്തുന്നത് തടയണം. പ്രിവെന്റ് ദ ഡിസ്പോസൽ ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ടു വാട്ടർ ബോഡീസ്. ഓക്കെ, അപ്പോൾ ജലസ്രോതസ്സുകളിലെ മലിനീകരണം തടയാൻ എന്തെല്ലാം ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ഈ ജലമലിനീകരണത്തിനുള്ള സന്ദർഭങ്ങൾ എന്തെല്ലാം? ജലമലിനീകരണം, ഈ വാട്ടർ ബോഡീസ് എങ്ങനെയാണ് നശിക്കുന്നത്, ജലമലിനീകരണം പൊള്യൂട്ട് ആവുന്നത്, മലിനീകരണം സംഭവിക്കുന്നത് എങ്ങനെ, ജലമലിനീകരണത്തിനുള്ള സന്ദർഭങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തേത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, നമ്മൾ പഠിച്ചതുപോലെ വ്യവസായ മാലിന്യം ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണ്. രണ്ടാമത്തെ എന്താണ്? ബാത്തിങ് കാറ്റിൽ ഡയറക്ട്ലി ഇൻ ലേക്ക് ഓർ നാച്ചുറൽ വാട്ടർ ബോഡീസ്. നമ്മുടെ ജലാശയങ്ങൾ എന്ത് ചെയ്യുന്നു? കന്നുകാലികളെ നേരിട്ട് കുളിപ്പിക്കുന്നു. കന്നുകാലികളെ ജലാശയങ്ങളിൽ കുളിപ്പിക്കുന്നത് ഈ വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നു. ബാത്തിങ് കാറ്റിൽ ഡയറക്ട്ലി ഇൻ ലേക്ക് ഓർ നാച്ചുറൽ വാട്ടർ ബോഡീസ്. മൂന്നാമത്തതോ വസ്ത്രം അലക്കുന്നത്, വാഷിംഗ് ക്ലോത്ത് ഡയറക്ട്ലി ഇൻ റിവേഴ്സ് ഓർ നാച്ചുറൽ വാട്ടർ ബോഡീസ്. നമ്മൾ നദികളിലും ഈ പുഴ പോലുള്ള കുളം പോലുള്ളടത്തൊക്കെ എന്ത് ചെയ്യുന്നു? തുണി നനയ്ക്കുന്നു. വാഷിംഗ് ക്ലോത്ത് ഡയറക്ട്ലി ഇൻ റിവേഴ്സ് ഓർ നാച്ചുറൽ വാട്ടർ ബോഡീസ്. ജലാശയങ്ങളിൽ വസ്ത്രം അലക്കുന്നത് ജലമലിനീകരണത്തിന് കാരണമാകുന്നു. അടുത്തതോ ഡെപ്പോസിറ്റിംഗ് വേസ്റ്റ് ആൻഡ് പ്ലാസ്റ്റിക് ഇൻ വാട്ടർ ബോഡീസ് പൊല്യൂട്ട് വാട്ടർ. ജലാശയങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അല്ലാത്ത മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുന്നത് ജലമലിനീകരണത്തിന് കാരണമാകുന്നു. അപ്പോൾ ജലസ്രോതസ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ജലമലിനീകരണത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ബാത്തിങ് കാറ്റിൽ ഡയറക്ട്ലി ഇൻ ലേക്ക്, വാഷിംഗ് ക്ലോത്ത്സ് ഡയറക്ട്ലി ഇൻ റിവേഴ്സ്, ഡിപ്പോസിറ്റിംഗ് വേസ്റ്റ് ആൻഡ് പ്ലാസ്റ്റിക്സ്. ഇതാണ് ജലമലിനീകരണത്തിനുള്ള സന്ദർഭങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ നല്ലതുപോലെ പഠിച്ചുവല്ലോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.